ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. 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 എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. സർവമക്കളെയും ഭഗവാൻ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നവരാത്രിയല്ലേ, പരാശക്തിയായിരിക്കുന്ന അമ്മ, നമ്മുടെ ലോകമേ എല്ലാവരുടെയും അമ്മയാണ് അമ്മ ദേവി പരാശക്തി മഹാമായ. അപ്പം നവരാത്രി കൂടെ ആയതുകൊണ്ട് എല്ലാവരും അമ്മയെ അല്ലേലും പ്രാർത്ഥിക്കണം. മാതാപിതാ ഗുരു, പിതാവിനേക്കാൾ ഉപരി കർമ്മങ്ങൾ കൂടുതൽ ചെയ്യുന്ന അമ്മയാണ്. അപ്പോൾ അമ്മ അത്രമാത്രം പ്രയത്നിക്കുന്നതാണ് മക്കൾക്ക് വേണ്ടി. ഈ ലോകത്ത് സർവ്വതും, അതായത് പരമാത്മാവായ പരംപിതാവിനോട് ആ സാന്നിധ്യത്തിൽ, പിതാവിൻ്റെ ആ ഭഗവാന്റെ സാന്നിധ്യത്തിൽ മഹാമായ സർവകർമ്മങ്ങളും ചെയ്യുന്നു. ഈ സൃഷ്ടികളും ഇവിടെ എന്തൊക്കെ ഉണ്ട് അതെല്ലാം പ്രപഞ്ചത്തിൽ ചെയ്തെല്ലാം തരുന്ന അമ്മയാണ്. അതുകൊണ്ടെന്നല്ല, അമ്മ അത്രയ്ക്കും കടുത്ത ജോലികൾ ചെയ്യുന്ന അമ്മയാണ്. നമ്മുടെ വീടുകളിലും അങ്ങനെയല്ലേ, നമ്മളല്ലേ അമ്മമാരല്ലേ കൂടുതൽ പ്രയത്നിക്കുന്നത്. നേരം വെളുത്താൽ ഇരുട്ടോളം കൂലിയില്ലാത്ത ജോലിയാണ് ചെയ്യുക. എന്നാലും മക്കൾ വളരുമ്പോൾ മക്കളെ പഠിപ്പിക്കാനായാലും നമുക്കറിയാവുന്നൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ. അങ്ങനെ ആയാലും അവരെ വളർത്തുന്നതും എല്ലാം അച്ഛനാണെങ്കിൽ എല്ലാം കൊണ്ടുതരുമെന്നല്ലാതെ ഈ കണ്ട ജോലികൾ മൊത്തവും ചെയ്ത് പുറം ജോലിയും അകംജോലിയും എല്ലാം ചെയ്യുന്നത് ഞാൻ അങ്ങനെയായിരുന്നു. പുറത്ത് തന്നെ ഒരുപാട് ജോലികൾ, റോഡ് വരെ നന്നാക്കുമായിരുന്നു. എന്നിട്ട് ടാറൊന്നുമില്ല, മെറ്റിലൊന്നും ഇട്ടിട്ടില്ല. അത് ആ റോഡ് മഴ വരുമ്പോഴെല്ലാം എനിക്ക് ചാല് 3-4 ഇറക്കമായതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും ഇതിലേ പോകണ്ടേ, വണ്ടിയൊക്കെ ഓടേണ്ട, ഒരു ഓട്ടോ പോലും വിളിച്ചാൽ വരത്തില്ല. ഞാനായി റോഡ് മൊത്തവും നന്നാക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ജോലികളും ചെയ്യും. ഈ 10-20 സെൻറ്റ് തറയിൽ പോച്ചെത്തക്കും, ഈ അടുക്കളപ്പണി എല്ലാം, പശുവും കൃഷിയും എല്ലാം ഉണ്ടായിരുന്നാലും അതൊക്കെയും ചപ്പോഴും അമ്മ എത്രമാത്രം കഷ്ടപ്പാടായും മക്കൾക്കുള്ള വീട് വെപ്പിനായാലും എന്നാലൊക്കെ എല്ലാം ഞാൻ ചെയ്ത് ജീവിച്ച്. പക്ഷേ എന്നാൽ മക്കൾക്കതൊന്നും അറിയില്ല. മക്കൾക്ക് ഒരു കുടുംബം ആകുമ്പം അവരവരുടേതായ കുടുംബം, അമ്മയ്ക്ക് സ്നേഹം കൊടുക്കാനോ അങ്ങനെയൊന്നും, നമ്മൾ അതിനെന്താണ്, നമ്മൾ ആരെ സ്നേഹിക്കണം? പരമാത്മാവിനെ സ്നേഹിക്കണം. നമുക്കൊരു ദുഃഖവും വരത്തില്ല, സുഖമയും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം. കാരണം ഈ ബന്ധു ആരാ? ഈശ്വരനല്ലാതെ നമുക്ക് ബന്ധുക്കൾ ആരുമില്ല. ആരെ വിചാരിച്ചാലും കൊടുക്കൊന്നും നമുക്ക് ആരും കാണത്തില്ല പരമാത്മാവല്ലാതെ. അതുകൊണ്ട് നമ്മളെല്ലാവരും സ്നേഹിക്കുക, ഭഗവാനെ സ്നേഹിക്കുക. പരാശക്തിയായ അമ്മയും പിതാവായ പരാപരൻ, അമ്മ, പരൻ പിതാവ്, പരാപരൻ അത് പരമേശ്വരനെയും അമ്മയും ചേർന്ന് അങ്ങ് പ്രാർത്ഥിക്കുക, ഒരു യോഗിയായി തീരുക. അപ്പോൾ നമുക്കൊരു ദുഃഖം ഉണ്ടാവത്തില്ല. മക്കളൊക്കെ വല്ലതും പറഞ്ഞാൽ, പണ്ടൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ രാത്രി മൊത്തം എനിക്ക് ഹൃദയം പൊടിയുന്ന വേദനയാണ്, കരച്ചിലാണ്. അന്നൊക്കെ എനിക്ക് സങ്കടമാണ്. ആ മക്കൾ വല്ലതും നമ്മളെ പറഞ്ഞാൽ. മക്കളങ്ങനെ പറയില്ല. അപ്പം മക്കളെ സാന്നിധ്യത്തിൽ മരുമക്കളാവട്ടെ. അപ്പോൾ അത്രമാത്രം ദുഃഖം ഞാൻ ഒരുപാട് വേദന തന്നിട്ടുണ്ട്. ആ വേദന എനിക്കെന്നാൽ ഇപ്പം 10 വർഷം കൊണ്ട് എനിക്കില്ല. എന്താ? ഈശ്വരനെ ആരാധിച്ച് ഈശ്വരൻ്റെ കൃപയിൽ ജീവിക്കുന്നുണ്ട്. ഇപ്പം ആ മക്കൾ പറഞ്ഞാലും മരുമക്കൾ പറഞ്ഞാലും എനിക്കൊരു വേദനയും വിഷമവും ഇല്ല, ഒരു ദുഃഖവും ഇല്ല, സന്തോഷമല്ലാതെ എപ്പോഴും ആനന്ദമേ ഉള്ളൂ. കാരണം ആരെന്തോ പറയുന്ന പോലെ ഒരു ചിന്തയില്ല, അങ്ങനെ ചിന്തയില്ല. എല്ലാത്തിനും ത്യജിച്ചാൽ അങ്ങനെയാണ്. എല്ലാത്തിനും നമ്മൾ വിടുതൽ പ്രാപിക്കണം. അല്ലെങ്കിൽ ഒട്ടി സംഘമായിട്ട് കിടന്നാൽ നമുക്ക് ദുഃഖം ഉണ്ടാവും. എല്ലാത്തിനും നമ്മൾ വിടുതൽ പ്രാപിച്ചാൽ, ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിയാൽ, മനസ്സുകൊണ്ടെല്ലാം ത്യജിച്ചാൽ ഈശ്വരൻ മാത്രമേ നമുക്കുള്ളൂ. ഒരു യോഗം
ഈശ്വരനായിട്ട് യോഗമാകുക, യോഗിയാവുക. അപ്പോൾ പരമാത്മാവ് നമ്മളെല്ലായ്പ്പോഴും കൂട്ടിന് വേറെ ആരും വേണ്ട, നല്ല ധൈര്യവും ഒരു ഭയവും ഉണ്ടാവത്തില്ല. മരിക്കാനും ഭയമില്ല, ഒന്നിനും. മരണമെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം, അത്രമാത്രം സന്തോഷമേ ഉണ്ടാവും. നമ്മളത് ആർക്കും ഭാരമാകാതെ ഭഗവാനെ കിടക്കാതെ അങ്ങ് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ നമുക്ക് അത്രമാത്രം ആഗ്രഹം മരണത്തിനുണ്ടാകുന്നല്ലേ എൻ്റെ അർത്ഥം. ആർക്കും ഒരു ഉപകാരം ചെയ്താൽ നല്ലത്, ഉപദ്രവിക്കല്ലേ എന്നാ. നമ്മളൊരു കാര്യം ചെയ്യുന്നത് മറ്റൊരു ഉപദ്രവം ആയിക്കൂടാ. അതാണ് നമ്മൾ നോക്കുന്നത്. ഒന്നുകൊണ്ടും, ധനം കൊണ്ടായാലും പണം കൊണ്ടായാലും എന്തായാലും നമുക്കൊരു ഉപദ്രവം, ആർക്കൊരു ഉപദ്രവം നമ്മൾ കൊടുക്കരുതെന്നുള്ള എൻ്റെ മനസ്സിൽ. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് വീണു പോകാതെ ആരും നമുക്ക് വേണ്ടി ദുഃഖപ്പെടരുത്. അതെനിക്ക് ഭയങ്കര വിഷമമാണ്. നമുക്ക് വേണ്ടി ഒരു സമാധാനക്കേട് അവർക്ക് ഉണ്ടാകുന്നെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈശ്വരനോട് പറയുക, നമ്മളെപ്പം കിടപ്പാവുന്നു ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്നത് അവിടെ കിടന്നാൽ മതി, അല്ലാത്ത അപ്പോഴേ വിളിച്ചോണ്ട് പോണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാ മക്കളും അങ്ങനെ പ്രാർത്ഥിക്കണം മക്കളെ. കാരണം നമ്മൾ ചിന്തിക്കത്തില്ല, എന്നും ഒന്നുപോലാന്ന് കരുതുന്നത് തെറ്റാണത്. അങ്ങനെ എന്നും ഒന്നുപോലല്ല. കറങ്ങി നമ്മളെ പല രീതിയിൽ കറക്കും. അപ്പോൾ എപ്പോഴും ഒരുപോലെ ഇരിക്കണമെങ്കിൽ പരമാത്മാവ് നമ്മുടെ ഉള്ളിലാവണം. അപ്പം നമുക്ക് എപ്പോഴും സുഖം, സന്തോഷം, സമാധാനക്കേട് ഒന്നിനുമില്ല. ദുഃഖം വന്നാലും ഒരുപോലെ, സുഖം വന്നാലും ഒരുപോലെ, ഒരു വിഷമവും ഇല്ല. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് രാമായണം വായിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വസിഷ്ഠമഹാമുനി ശ്രീരാമനടുക്കൽ പറയണമെന്ന് പെട്ടെന്ന്, നാളെയാണ് അഭിഷേകം, അതുകൊണ്ടത് വിവരം അറിയിക്കാനായിട്ട് തേരിൽ കരേറി ശ്രീരാമൻ്റെ ഭവനത്തിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഭഗവാൻ ശ്രീരാമനും സീതയും വസിഷ്ഠമഹാമുനിയെ ആദരിച്ചിരുത്തി പാദതീർത്ഥം തലയിൽ ശിരസിൽ വഹിച്ചു. അപ്പോഴതിന് ശേഷം ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ വായിച്ചു പോയി. ദേവകാര്യാർത്ഥം അതീവ ഗുഹ്യം. നേരത്തെ തന്നെ വസിഷ്ഠമഹാമുനിക്ക് അറിയാമായിരുന്നു പരമാത്മാവ് അവതരിക്കുന്നു ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായിട്ട്. അന്നേ അങ്ങനെ അവിടെ രാജഗുരുവായി വന്നതാണ്. പക്ഷെ അത് രഹസ്യമായി ഉള്ളിൽ വെച്ചിരുന്നു, പറഞ്ഞില്ല. ഇപ്പോഴിങ്ങനെ വന്നപ്പോൾ ഈ കാര്യം, അഭിഷേക കാര്യം പറയാൻ വന്നപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പറയുന്നതാണ്. നമുക്ക് വായിക്കാം. ദേവകാര്യാർത്ഥം അതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞതു ഞാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്കാം മായ മനുഷ്യനായ ശ്രീനിധേ. അവിടെ കാര്യങ്ങളൊക്കെ മുറ പോലെ പോകട്ടെ, എല്ലാം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ശിഷ്യനല്ലോ ഭവാനാചാര്യനേഷ ഞാൻ, ശിക്ഷിക്ക വേണം ജഗദ്ധിതാർത്ഥം പ്രഭു. സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാനോർക്കിൽ, പിതॄണാം പിതാമഹനും ഭവാൻ. ഭഗവാൻ ശ്രീരാമൻ സാക്ഷാൽ സർവചരാചരങ്ങൾക്കും ഗുരുവാണ്. അതും കൂടാതെ പിതാക്കൾക്ക് പോലും, അത് പിതൃണാം പിതാമഹൻ, പിതാക്കന്മാർക്ക് പോലും പിതാമഹനാണ്. അത് വസിഷ്ഠാചാര്യർക്ക് അറിയാം. എങ്കിലും ഇവിടെ രാജഗുരു ആയതുകൊണ്ട് തൽക്കാലം ശ്രീരാമ ഭഗവാന്റെയും ഗുരുവാണ് വസിഷ്ഠൻ. അതുകൊണ്ടാണ് പാദം കഴുകി ഭഗവാൻ ആ തീർത്ഥം ശിരസിൽ വഹിച്ചത്. സർവേഷഗോചരനായ അന്തര്യാമിയായി സർവജഗദ്യന്ത്രവാഹകനായ നീ, ശുദ്ധ സത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനായുടൻ മർത്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വീതലേ യോഗമായ ജാതനാം എന്നത് മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ. നേരത്തെ തന്നെ ശുദ്ധ സത്വാത്മകമായൊരു വിഗ്രഹം, പരമാത്മാവായ നാരായണൻ ശ്രീരാമൻ ശുദ്ധ സത്വാത്മകമായ വിഗ്രഹം, അത്ര ശുദ്ധവും സാത്വികവുമായ ആ വിഗ്രഹം, ശരീരം ധൃത്വാ നിജാധീന സംഭവനായി പെട്ടത് ഇവിടെ മർത്യവേഷം കൊണ്ട് അങ്ങനെ ഒരു വിഗ്രഹം ദശരഥ മഹാരാജാവിൻ്റെ മകനായി ശരീരം എടുക്കുന്നു, അവതരിക്കുന്നു എന്ന് നേരത്തെ തന്നെ വസിഷ്ഠ മഹാമുനി അറിഞ്ഞിരിക്കുന്നു. പരമാത്മാവ് ഭൂമിയിൽ അവതരിക്കുന്നു. ആരായിട്ടാണ്? ശുദ്ധസാത്വികമായ അത്രമാത്രമുള്ളൊരു ശരീരം എടുക്കുന്നു. അത് മധ്യവേഷണ ദശരഥപുത്രനായി പൃഥ്വീതലെ ഭൂമിയിൽ യോഗമായ ജാതനാം, യോഗമായ ഭഗവാൻ തന്നെ യോഗമായ കൊണ്ട് അവതരിക്കുന്നു എന്ന് നേരത്തെ തന്നെ വസിഷ്ഠ മഹാമുനി അറിഞ്ഞു. പക്ഷേ രഹസ്യമായിട്ട് വെച്ചിരുന്നു, ആരോടും പറഞ്ഞില്ല. ഇപ്പോഴാണത് വെട്ടം പൊട്ടിച്ചത് ഭഗവാനോട്. അവിടെ നാളെയാണ് അഭിഷേകം, അത് വന്ന് പറയാൻ വന്നപ്പോൾ ഇക്കാര്യമൊക്കെ പറഞ്ഞു. കാരണം ഈ പാദതീർത്ഥം കഴുകുന്ന സമയമൊക്കെ അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ അങ്ങ് നേരെ എല്ലാം വെട്ടം പൊട്ടിച്ച്.
അപ്പോൾ എന്നത് മുന്നേ ധരിച്ചിരിക്കുന്നു, ഞാൻ നേരത്തെ തന്നെ അറിഞ്ഞിരിക്കുന്നു ഇങ്ങനെ അവതരിക്കുന്നു എന്ന്. എന്നത് മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോട് ധാതാവ് താൻ അരുൾ ചെയ്യുകയാ, എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു. ധാതാവ് എന്ന് വെച്ചാൽ ബ്രഹ്മാവ്. വസിഷ്ഠമഹാവിൻ്റെ പിതാവാണ് ബ്രഹ്മാവ്, എല്ലാവരുടെയും ധാതാവാണ്. അതുകൊണ്ട് ധാതാവ് താൻ അരുൾ ചെയ്യുകയാൽ എന്നത് അറിഞ്ഞത്രേ സൂര്യാന്വയത്തിന് മുന്നേ പുരോഹിതനായിരുന്നു മുത. അങ്ങനെ അറിഞ്ഞ അന്ന് തൊട്ടേ ഈ സൂര്യകുലത്തിൽ, ഈ രാജകുലത്തിൽ പുരോഹിതനായിട്ട്, അത് രാജഗുരുവായിട്ട് അന്നോട്ടേ വന്നിരിക്കുന്നു. എന്താ ഇവിടെ വരുന്നത്? ആ കുലത്തില്, സൂര്യാന്യ കുലത്തില്, അർക്കകുലത്തില് ദശരഥ മഹാരാജൻ മകനായി വരുന്നത് പരമാത്മാവല്ലേ? അത് നേരത്തെ അറിഞ്ഞത് മുഖാന്തരം തന്നെ, ഞാൻ നേരത്തെ തന്നെ ഇത് അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പുരോഹിതനായിട്ട്, രാജഗുരുവായിട്ട് ഞാൻ ഇവിടെ വന്നത്. ഞാനും ഭവാനോട് സംബന്ധ കാംക്ഷയാ നൂനം പുരോഹിത കർമ്മം അനുഷ്ഠിച്ചു. അപ്പോൾ ഞാനും ഭവാനോട് സംബന്ധ കാംക്ഷയാ നൂനം പുരോഹിത കർമ്മം അനുഷ്ഠിച്ചു. ഇവിടെ ഭഗവാനോട് തന്നെ ഈ പുരോഹിത കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ ഇന്നാരാണെന്നൊക്കെ ഉള്ളിലറിയാം. എന്നാൽ അവിടെ ഗുരുകുലത്തിൽ അവിടെ എന്താ ചെയ്യേണ്ടത്? ഇദ്ദേഹത്തിൻ്റെ കർമ്മം ചെയ്തേ പറ്റൂ. അവിടെ ഗുരുവല്ലേ. അതുകൊണ്ട് ആ കർമ്മങ്ങളെല്ലാം ഇവിടെ യഥാർത്ഥത്തിൽ പൗത്രനാണ്, ശ്രീരാമ ഭഗവാന്റെ പൗത്രനാണ് ഈ വസിഷ്ഠാചാര്യർ. കാരണം പിതാവിൻ്റെ പിതാവ്, ബ്രഹ്മാവിൻ്റെയും പിതാവാണല്ലോ നാരായണൻ. അപ്പോൾ ആ നാരായണൻ്റെ കൊച്ചുമകനായിട്ട് വരത്തില്ലേ. അതുകൊണ്ട് ഞാനിവിടെ ഭഗവാനോട് സംബന്ധകാംക്ഷയാ നൂനം പുരോഹിത കർമ്മം അനുഷ്ഠിച്ച് നിന്ദ്യമായുള്ള ചെയ്താൽ ഒടുക്കത്ത് നന്നായി വരികില്ല, അതും പിഴയല്ലല്ലോ. ഇതെല്ലാം രഹസ്യമായി വെച്ചിട്ട് ഇവിടെ ഞാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നടത്തിപ്പോയി. പക്ഷേ ഇത് രഹസ്യം ആരോടും പറഞ്ഞില്ല. അതുകൊണ്ട് നിന്ദ്യമായുള്ളതെന്ന് തോന്നിക്കണ്ട. കാരണം എന്താ, ഇത് ഒടുക്കം വരുമ്പോൾ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ ഈ രഹസ്യമായി വച്ചേക്കുന്നത്. അതുകൊണ്ട് അത് ഒടുക്കത്തിൽ നന്നായി വരുന്നത് കൊണ്ട് അത് പിഴയല്ലല്ലോ, അത് തെറ്റല്ലല്ലോ. ഇന്ന് സഫലമായി വന്നു മനോരഥം ഒന്ന് അപേക്ഷിക്കുന്നതുകൊണ്ട് ഞാൻ ഒന്ന് അപേക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം സഫലമായി വന്നു. എന്നാൽ എനിക്കിനി ഒരു അപേക്ഷയും കൂടെ ഉണ്ട്. വസിഷ്ഠമഹാമുനി പറയുന്നു, യോഗേശാതേ മഹാമായ ഭഗവതി ലോകൈക മോഹിനി മോഹിപ്പിയായികമാം. ലോകത്തുള്ള സർവ്വപേർക്കും മോഹിപ്പിക്കുന്നതാണ് ഭഗവതി. കാരണം നമ്മളെല്ലാവരും ഇവിടെ ഭൂമി ജനിച്ചാൽ ആഗ്രഹം ഒന്ന് തന്ന് തീർന്ന് അത് അടുത്ത് വന്ന് ഇനി അതും തന്നു പിന്നും വന്ന് ഇങ്ങനെ ഓരോന്ന് കിട്ടുന്നു പിന്നും ആഗ്രഹിക്കുന്നു. ഇതാണ് ഈ ലോകം. അപ്പോൾ ഇവിടെ ലോകൈക മോഹിനിയാണ് ഈ മഹാമായ. സർവ്വവർക്കും ആഗ്രഹത്തിന് വേണ്ടുന്നെല്ലാം കൊടുക്കുക. ആഗ്രഹിപ്പിക്കുന്നതും ഈ മായ തന്നെ, ദേവി തന്നെയാണ്. അതുകൊണ്ട് ആർക്കും ആഗ്രഹം ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് ഇവിടെ എല്ലാ ഭക്തന്മാരും പറയുന്നത് ഇതൊരു കാര്യമാണ്, ഭഗവാനേ അവിടുത്തെ മായ എന്നെ മോഹിപ്പിക്കരുതേ. എല്ലാം നമ്മുടെ മനസ്സുകൊണ്ടെല്ലാം ത്യജിച്ചു വെക്കും. അപ്പം മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഈ വീടും കൂടും എല്ലാം മനസ്സുകൊണ്ടെല്ലാം ത്യജിച്ചിട്ട് നാളെ എൻ്റെ മക്കളെന്ന് പറഞ്ഞ് ചെന്നാൽ അത് ത്യജിച്ച അർത്ഥമുണ്ടോ? മോഹം വന്നാൽ കൊള്ളാമോ? ത്യജിച്ചത് വിടുതൽ തന്നെയായിരിക്കണം. അതിന് നമ്മൾ പ്രാർത്ഥിക്കണം. എപ്പോഴാന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ എനിക്കെൻ്റെ മോനും മക്കളൊക്കെ കൂടെ അങ്ങ് താമസിച്ചാൽ എനിക്കിനി ഈ പ്രാർത്ഥനയൊന്നും വേണ്ട എന്നും പറഞ്ഞ് നമ്മൾ ഇതെല്ലാം കഷ്ടപ്പെട്ട് നേടിയെടുത്തതെല്ലാം തിരിച്ച് ഈ മഹാമായ നമ്മളെ അങ്ങനെ മോഹിപ്പിച്ചാൽ എന്ത് ചെയ്യും? അവർ കണ്ടോ എല്ലാം തെളിച്ചതാ. ഇപ്പോൾ ദാ മോൻ്റെ കൂടെ ഒട്ടി നിൽക്കുന്നു. ഇപ്പോൾ ദാ മത്സ്യമാംസങ്ങളെ കൂട്ടുന്നു. ഞാൻ മാംസം ജന്മന കൂട്ടത്തില്ല, മത്സ്യം 4 വർഷം കൊണ്ട് കൂട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ചെറിയ മത്സ്യം ഞാൻ കഴിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് അറിവ് അന്നില്ലായിരുന്നു. ഇതൊരു ശവമാണ് ഈ ഉള്ളിലിട്ടോട് നടക്കുന്നതെന്ന്. അത്രയ്ക്ക് അജ്ഞാനമായി പോയി. പിന്നെ എനിക്കത് സത്യത്തിൽ ഓർത്തു നോക്ക്. ശ്വാസം എടുക്കുന്നതെല്ലാം ഭഗവാന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിപ്പം തന്നെ. ഈ ഗ്രന്ഥം പരമാത്മാവാണ്. ഈ ഗ്രന്ഥം വായിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ശ്വാസം ശവത്തിൻ്റെ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് എന്ത് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് വീടിപ്പോകാൻ എനിക്ക് ഇഷ്ടമേ അല്ല. നമ്മുടെ ഭർത്താവ് വീട് കുടിച്ചിട്ട് ഇവിടെ അങ്ങനെ നിന്നാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്, ഇഷ്ടമേ അല്ല ആ പുകയുടെ വാട. അത് എത്രമാത്രം നമുക്ക് അരോചകമാണ്. അതുപോലല്ലേ ഭഗവാനും. അപ്പോൾ ചിന്തിക്കൂ, നമുക്ക് ഇങ്ങനെ ഒരു ദേഹത്തിനകത്ത് ഇതിട്ടുണ്ട്. ആ ശ്വാസം അകത്തുനിന്ന് പുറത്തുനിന്ന് അങ്ങോട്ട് നിശ്വസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ പുറത്തെ ദുർഗന്ധമായിരിക്കൂലേ? എന്തുമല്ലത് അഴുക്കല്ലേ, ശവമല്ലേ? അതുകൊണ്ട് എനിക്കത് അങ്ങനെ അങ്ങായിപ്പോയി. അപ്പം അത് തീർത്ത് ഇതിനെല്ലാം വിടൽ കിട്ടി ഞാനിനി അങ്ങോട്ടൊന്ന് ഒട്ടി ഇതൊക്കെ വേണമെന്ന് പറഞ്ഞു ചെന്നാൽ അത് എത്രമാത്രം സഹനക്കേടായിരിക്കും. അവിടെ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ ഒഴിഞ്ഞു പോയതൊക്കെ ഇനി കയറി വരല്ലേ, മോഹിപ്പിക്കരുതേ. ഇവിടെ വലിയ വലിയ മഹാത്മാക്കൾ ഇങ്ങനെ പറയുന്നത്. അപ്പം നമ്മുടെ കാര്യം പറയണോ? അതുകൊണ്ട് യോഗേശ തേ മഹാമായ ഭഗവതി ലോകൈക മോഹിനി മോഹിപ്പിയായികമാം. അതുകൊണ്ട് അമ്മേ ദേവി ഇതെല്ലാം ഭഗവാൻ തന്നെ മായ. അതുകൊണ്ടാണ് ശ്രീരാം ഭഗവാനോട് പറയുന്നത് അവിടുത്തെ മായ. ആ മായ വേറൊന്നല്ല, പരമാത്മാവിൻ്റെ തന്നെയാ.
അവിടെ വേറൊരു സ്ത്രീയോ ഒന്നും അല്ല മക്കളെ. ചിന്തിക്കും, നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും അത് വേറെ സ്ത്രീകൾ. അതൊന്നുമല്ല, ആ പരബ്രഹ്മത്തിൽ നിന്നുണ്ടാകുന്നത് ആ മായ തന്നെയാണ്. സ്ത്രീയും പുരുഷനുമായിട്ട് നമ്മൾ പ്രകൃതി സ്ത്രീയും പുരുഷനും. അപ്പോൾ അത് ഒന്നിൽ തന്നെ ഉള്ളത് തന്നെയാ. ശിവശക്തി പോലെ അർദ്ധനാരീശ്വരൻ നമ്മൾ ഉൾക്കൊണ്ട് നോക്കൂ. ഒരു പരമാത്മാവായ പരമശിവന്റെ ഒരു ഭാഗം, കുറച്ച് ഭാഗം പുരുഷനും കുറച്ച് ഭാഗം സ്ത്രീയും. പക്ഷെ അത് ഒന്നല്ലേ, ചേർന്ന് നിൽക്കുകയല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഭഗവാനെ ശ്രീരാമ, നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പ്രാർത്ഥിക്കണം. ലോകൈക മോഹിനിയായിരിക്കുന്ന ആ അമ്മ ദേവി മോഹിപ്പിക്കരുതേ. ആചാര്യ നിഷ്കൃത കാമൻ ഭവാനെങ്കിൽ ആശയം മായ മോഹിപ്പിയാകമേ. തൊൽപ്രസംഗാൽ സർവമുക്തം ഇപ്പോൾ ഇതം അപ്രവക്തവ്യം മയാ രാമപുത്രജിൽ. അതായത് പിന്നെ ആചാര്യന് പ്രത്യുപകാരം ചെയ്യുവാൻ ആഗ്രഹമുള്ളവൻ. അപ്പൊ ആചാര്യന് പ്രത്യുപകാരം, അപ്പം ആചാര്യൻ ആരാ? വസിഷ്ഠ മഹാമുനി. അപ്പൊ പ്രത്യുപകാരം ചെയ്യുന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആശയം മായയാ മോഹിപ്പിയായമേ. എന്തെങ്കിലും ആയിരിക്കും ആചാര്യന് ആഗ്രഹം ഒന്നും കൊടുക്കരുതെന്നായിരിക്കും, എന്തെങ്കിലും അതിന് എനിക്കത് പറയാൻ അറിയത്തില്ല എന്താന്ന്. ആചാര്യൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു, ഒരു ആഗ്രഹവും ഉണ്ടാക്കരുതേ എന്ന്. ത്വൽപ്രസംഗാൽ ഭഗവാനോടുള്ള ചേർച്ച, അതായത് അങ്ങയോടുള്ള അടുപ്പം കൊണ്ട്. ആരാ ഇവിടെ അടുപ്പം? ശ്രീരാമനോട് അടുപ്പം ആർക്കാ ഉള്ളത്? വസിഷ്ഠ മഹാമുനിക്ക്. ഈ അടുപ്പം കൊണ്ട്, അങ്ങയോടുള്ള അടുപ്പം കൊണ്ട് ആണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞത്. രഹസ്യമായിരിക്കുന്ന കാര്യം പരസ്യമാക്കി. ഭഗവാൻ പരമാത്മാവാണ് ശ്രീരാമൻ ഇവിടെ ഭൂമിയിൽ അവതരിച്ചത് എന്നുള്ളതെല്ലാം രഹസ്യമായി പിതാവ്, അതായത് ബ്രഹ്മാവ് പറഞ്ഞ് അന്നേ മനസ്സിൽ വെച്ചിരുന്നു. ഇപ്പം അത് രഹസ്യമാക്കി. അതാണ് ഭഗവാനോടുള്ള ശ്രീരാമനോടുള്ള അടുപ്പം കൊണ്ട് ഇപ്പോൾ ഈ പറയപ്പെട്ടത്. എന്നാൽ ഒരിടത്തും പറയപ്പെടാവുന്നതല്ല, ഇത് രഹസ്യമാണ്. ഇവിടെ ശ്രീരാമ ഭഗവാൻ സാക്ഷാൽ പരബ്രഹ്മമാണെന്ന് ആരോടും അറിയേണ്ട കാര്യമില്ല. അറിഞ്ഞാൽ എന്ത് വരും? ഇപ്പം എവിടെയെങ്കിലും ഒരു അവതാര പുരുഷൻ വന്നെന്ന് കേട്ടാൽ ജനങ്ങളെല്ലാം ഓടി അവിടെ എത്തും. പിന്നെ ശ്വാസം വിടാൻ പോലും ആ പരബ്രഹ്മത്തിന് ഇത് കിട്ടത്തില്ല. അത്രമാത്രമാണ് ജനങ്ങളുടെ ആവേശം. എവിടെ ഒരു സൽപുരുഷൻ ഉണ്ടെന്ന് കണ്ടാൽ അവിടെ ഓടി എത്തുന്ന എന്താ? അത് ചിലപ്പം സൽപുരുഷൻ അല്ലാതെയും വന്നു പോകും, അപകടവും വരും. അത്രമാത്രം ജനങ്ങൾ ദുഃഖിക്കുക ഈ ലോകത്ത്. എവിടെ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അപ്പം ഓടിക്കൂടെ. അപ്പം പരമാത്മാവാണ്, സാക്ഷാൽ ബ്രഹ്മമാണ്, നാരായണനാണ് ശ്രീരാമൻ എന്ന് അറിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ പിന്നെ ബെല്ലും പിന്നെ വനത്തിലാണ് പോകാൻ പറ്റുമോ? അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഇത് പരമാത്മാവിനോടുള്ള ആ ശ്രീരാമനോടുള്ള സംഘം കൊണ്ട്, അടുപ്പം കൊണ്ടാണ് ഇവിടെ ഇത് പറയുന്നത്. ഇപ്പോൾ ഈ പറയപ്പെട്ടത് ഇത് സാക്ഷാൽ പരബ്രഹ്മമാണെന്ന്. എന്നാലോ അതൊരിടത്തും പറയപ്പെടാവുന്നതുമല്ല. രാജാ ദശരഥൻ ചൊന്നത് കാരണം രാജീവനേത്ര വന്നേൻ. ഇവിടേക്ക് ഞാൻ ഈ കാര്യങ്ങളൊന്നും പറയാനല്ല ഞാൻ ഇവിടേക്ക് വന്നത്. പിതാവായ ദശരഥ മഹാരാജാവ് പറഞ്ഞതനുസരിച്ച് ഇവിടേക്ക് ഞാൻ വന്നതാണ്. രാജീവനേത്ര എന്തിനാ? രാജ്യാഭിഷേകം നാളെ അടുക്ക തന്നെ ഉണ്ടെന്ന് പറയാൻ വന്നതാ, അല്ലാതെ രഹസ്യം പൊട്ടിക്കാനല്ല. പക്ഷെ പറഞ്ഞപ്പോൾ ഇതങ്ങ് പറഞ്ഞു പോയി. അതുകൊണ്ട് രാജാ ദശരഥൻ പറഞ്ഞത് കാരണം രാജീവനേത്ര വന്നേൻ ഇവിടേക്ക് ഞാൻ ഉണ്ട്. അഭിഷേകം അടുത്ത നാളെന്നത് കണ്ടു ചൊല്ലുവാനും അത് കണ്ട് പറയാമെന്ന്, അത് തങ്ങളി കണ്ട് പറയാനായിട്ട് എന്നെ അയച്ചതാണ്. നാളെയാണ് യുവരാജാവായി അഭിഷേകം ചെയ്യണമെന്ന് എന്നെ പറഞ്ഞു വിട്ടതാണ്, ശ്രീരാമനെ അറിയിക്കാൻ. ഉണ്ട് അഭിഷേകം അടുത്ത നാള് എന്നത് കണ്ടു പറയാൻ ചൊല്ലുവാൻ ഉഴറി വന്നേനെ. ഞാൻ അത്രമാത്രം ബന്ധപ്പെട്ട് ഇവിടേക്ക് ഓടി വന്നതാണ് എന്ന് ഇപ്പോഴാ അത് പറയുന്നതിന് മുമ്പേ പറഞ്ഞതൊക്കെ എന്തുവായിരുന്നു? രഹസ്യങ്ങളായിരുന്നു പരസ്യമാക്കിയത്. ഭഗവാൻ യഥാർത്ഥത്തിൽ ഞാൻ മുന്നേ അറിഞ്ഞതായിരുന്നു. അന്നേ ഞാനിവിടെ ഗുരുവായി, ഈ രാജകുലത്തിൽ ഞാൻ തന്നെ ഗുരുവായി വന്നത്, ആചാര്യനായിട്ട് പുരോഹിതനായിട്ട് വന്നത് അതുകൊണ്ടാണ്. ഇവിടെ ഭഗവാൻ പരമാത്മാവാണ് ഇവിടെ അവതരിച്ചത് എന്നൊക്കെ നേരത്തെ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞതൊക്കെ ഇപ്പം ഈ സംഭവം, ഈ അഭിഷേക കാര്യം പറയാൻ വന്നപ്പോഴാണ് അത് മുന്നേ അങ്ങ് പറഞ്ഞത്. അതുകൊണ്ട് ഇതിവിടെ പറഞ്ഞത് അടുപ്പം കൊണ്ട് പറഞ്ഞതാണ്, അത് എങ്ങും പുറത്ത് പറയേണ്ടതല്ല. ഇപ്പോൾ ഞാൻ വന്നത് അടുത്ത ദിവസമാണ്. അഭിഷേകം ഉണ്ട്, അഭിഷേകം അടുത്ത നാള്, അത് കണ്ടു ചൊല്ലുവാൻ ഉഴറി വന്നേനഹം. ഞാൻ അങ്ങനെ ഇവിടേക്ക് വന്നതാണ്. വൈദേഹിയോട് ഉപവാസവും ചെയ്ത് മേദിനി തന്നിൽ ശയനവും ചെയ്യണം. വൈദേഹി സീതയോടൊത്ത് തന്നെ ഉപവസിക്കണം. എന്നിട്ടോ മേദിനി തന്നിൽ ശയിക്കണം, തറയിൽ ഭൂമിയിൽ.
അതായത് ഇന്ന് മൊത്തം അവിടെ ബ്രഹ്മചര്യമൊക്കെ അനുഷ്ഠിച്ച് ഉപവസിക്കണം. ഉപവസിക്കാൻ വെച്ചാൽ എന്താണ്? പട്ടിണി ഇരിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. ഇന്ന് പലരും പട്ടിണിയാണ് ഉപവാസം എന്നാണ്. ഉപവാസം എന്ന് കേൾക്കുമ്പോഴേ എനിക്കൊന്നും ഉപവാസം ഒന്നും കഴിക്കത്തില്ല. പക്ഷേ കഠിനാധ്വാനങ്ങളും പല പല ജോലികളും ചിരിയും ലോകത്ത് എന്നും ചെയ്യുന്ന ഇങ്ങനെ അതുപോലെ ബാക്കി കാര്യങ്ങൾ. പക്ഷെ പട്ടിണി മാത്രം ഉണ്ട് അവർ നോക്കുമ്പോൾ ഒരു ഒറ്റൊരു കാര്യം. പക്ഷെ അതങ്ങനല്ല. പരമാത്മാവിൻ്റെ അടുക്കൽ വാസമാണ് ഉപവാസം. പരമാത്മാവിൻ്റെ അടുക്കൽ അരികിൽ വാസം ഉപവാസം എന്നതിനർത്ഥം ഓർത്താൽ അറിയാതെ ഈ അർത്ഥം ആഹാരം വിട്ടു നീ അലയാതെ വലയാതെ ജ്ഞാനപ്പെണ്ണി. അപ്പോൾ നമ്മൾ ആഹാരം വിട്ട് അലയും വലയും ഒന്നും വേണ്ട. ഉപവാസം ഭഗവാന്റെ അടുക്കൽ ഉപവാസമാണെങ്കിൽ നമുക്ക് വിശപ്പുണ്ടാകത്തില്ല. അപ്പം പിന്നെ വിശപ്പുണ്ടെങ്കിലല്ലേ ആഹാരം കഴിക്കേണ്ട ആവശ്യമുള്ളൂ. വേണമെങ്കിൽ ഒരു നേരം കഴിക്കുകയും ചെയ്യാം വേണമെങ്കിൽ. പക്ഷെ നമ്മൾ എപ്പോഴും പരമാത്മാവിന്റെ അടുക്കൽ നിന്ന് ഉപവസിച്ചിരുന്ന് നോക്ക്. എങ്ങനെയാ? ആ ഒരു ലയത്തിൽ നിന്ന് ആ പ്രാർത്ഥന ഒന്ന് മുഴുകിയിരുന്നൊക്കെ നമുക്ക് വിശക്കത്തുമില്ല, ആനന്ദലഹരിയായിരിക്കും. അപ്പോൾ എങ്ങനെ വിശക്കും? ദാഹിക്കത്തുമില്ല, വിശക്കത്തുമില്ല. അപ്പോൾ ആ ഒരു ഇരിപ്പാണ് പരമാത്മാവിനോട് അരികിൽ ചേർന്നിരിക്കുന്നതാണ് ഉപവാസം. അല്ലാതെ ഇന്ന് ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അവരെല്ലാം വിചാരിക്കുന്നത് ഒരു ദിവസം മൊത്തവും പട്ടിണി ഇരിക്കുക. പട്ടിണിയാൽ അതി പുണ്യമെങ്കിൽ പട്ടിണി നിത്യം ദരിദ്രനുണ്ട്. ദരിദ്രന്മാർ വല്ലപ്പോഴൊക്കെ ആഹാരം കഴിക്കുന്നത്. പട്ടിണിയാണ് യഥാർത്ഥത്തിൽ അവർക്ക് അത്രമാത്രം അങ്ങ് ദാരിദ്ര്യമാണ്. അപ്പോൾ അവർക്ക് വേണ്ടേ പുണ്യം കിട്ടാൻ? അപ്പോൾ പട്ടിണി കൊണ്ട് പുണ്യം കിട്ടത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പട്ടിണി കൊണ്ട് പുണ്യം കിട്ടണമെങ്കിൽ ആയാലും പരമാത്മാവിൻ്റെ അടുക്കൽ വസിച്ചെങ്കിൽ മാത്രമേ അത് കിട്ടൂ. അല്ലാതെ പട്ടിണി കൊണ്ട് പുണ്യം കിട്ടുമെന്ന് ആരും ഉദ്ദേശിക്കണ്ട. പട്ടിണിയാൽ അതി പുണ്യം എങ്കിൽ പട്ടിണി നിത്യം ദരിദ്രനുണ്ടല്ലോ. അപ്പോൾ ആ ദരിദ്രന് വേണ്ടേ പുണ്യം കിട്ടാൻ? പട്ടിണിയാൽ അതി പുണ്യമെങ്കിൽ പട്ടിണി നിത്യം ദരിദ്രനുണ്ട്. വിഷ്ടപത്തെങ്കിൽ അവനോളം പുണ്യങ്ങൾ കിട്ടാ ഒരുവനും ജ്ഞാനപ്പെണ്ണി. അപ്പോൾ ഈ പട്ടിണി കിടക്കുന്ന ദരിദ്രന്മാർക്ക് ഈ വിഷ്ടപത്തിൽ ഈ ഭൂമിയിൽ അവനെ പോലെ ആർക്ക് കിട്ടും പുണ്യം? അങ്ങനെ കിട്ടണമെങ്കിൽ എന്ത് ലോകത്ത് ഒരുപാട് പേർക്ക് കിട്ടണ്ടേ? അങ്ങനെ അല്ല. അതുകൊണ്ട് പട്ടിണി കൊണ്ട് ഒന്നും നേടാൻ പറ്റത്തില്ല. ആ ശരീരത്തിന് അസുഖം ഉണ്ടാക്കി വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വിശപ്പിന് ആഹാരം കഴിക്കുക കുറച്ചൊക്കെ. തോനെയും കഴിച്ചാൽ കിടന്ന് ഉറങ്ങും. ഭഗവാന്റെ ഉപവസിക്കാനുള്ളതല്ലേ. പ്രാർത്ഥനയും ഉപവാസമൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ? ധ്യാനവും ഭഗവാനിൽ ചേരുക, അതാണ് ഉപവാസം. അതുകൊണ്ട് പറഞ്ഞു കൊടുത്തു. വസിഷ്ഠ മഹാമുനി പറഞ്ഞു, വൈദേഹിയോട് ഒത്ത് ശ്രീരാമ ഭഗവാനോട് പറഞ്ഞ് ഉപവസിക്കണം, ഇന്ന് ഉപവസിക്കണം. മേദിനി തന്നിൽ ശയനം. ശയനം ഉറക്കം. എവിടെയാ കിടക്കുന്നേ? തറയിൽ. ബ്രഹ്മചര്യത്തോടെ ഇരിക്കുക. ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങ് ഒരുക്കുവൻ. വൈകാതെ ഞാൻ പോകട്ടെ, വൈകാതെ പെട്ടെന്ന് പോയി നാളത്തേക്കുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഒരുക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്ത് ഉപവസിച്ചിട്ട് ബ്രഹ്മചര്യമൊക്കെ എടുത്തിട്ട് പിന്നെയോ പന്നിയുടെ ഉഷസ്സിന് രാവിലെ വരണം എന്നാലോട് ചെയ്ത് ചെന്ന് തേരിൽ കരേറി മുനിശ്രേഷ്ഠനും. നാളെ രാവിലെ വരണം, ഉപവസിക്കണം, ബ്രഹ്മചര്യം എടുക്കണം, വൈദേഹി സീതയോട് ഒത്തു വേണം എന്നൊക്കെ ചെയ്യാൻ. ഇങ്ങനെ ഉപവസിക്കണമെല്ലാം പറഞ്ഞിട്ട് നാളെ രാവിലെ വരണം എന്നെല്ലാം പറഞ്ഞിട്ട് വസിഷ്ഠ മഹാമുനി തേരിൽ കയറി രാജധാനിലേക്ക് പോയി. പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോട് തന്നെ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി. അപ്പോൾ അഭിഷേക കാര്യം പറഞ്ഞ ശ്രീരാമനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തുണ്ടെങ്കിലും ലക്ഷ്മണനും കൂടെ അറിയേണ്ട കാര്യങ്ങൾ ശ്രീരാമന് ഇഷ്ടമാണ്. അതുകൊണ്ട് ലക്ഷ്മണനോടുകൂടെ രഹസ്യമായി തന്നെ ശ്രീരാം ഭഗവാൻ പറഞ്ഞു. ലക്ഷ്മണൻ അറിയണ്ടേ, ഒന്നിച്ചടക്കുന്ന ആളല്ലേ. അപ്പോൾ അങ്ങനെ രഹസ്യമായിട്ടാരും അറിയാതെ ലക്ഷ്മണനോട് മാത്രം തന്നെയായിട്ട് ശ്രീരാമൻ പറഞ്ഞു, താതൻ എനിക്ക് അഭിഷേകം ഇളമച്ച യുവരാജാവായിട്ട് പിതാവ് എന്നെ അഭിഷേകം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നു. മോദേന സന്തോഷത്തോടെ ചെയ്യും. അടുത്ത നാള് എന്നുവെച്ചാൽ നാളെ തന്നെയാണ്, അടുത്ത ദിവസം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ഇളമയായി നിർണയം. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് തത്ര നിമിത്തം മാത്രം ഞാനതിൻ്റെ നിമിത്തം മാത്രമേ നിൽക്കുന്നുള്ളൂ കുഞ്ഞേ ലക്ഷ്മണ. കാരണം എന്താ? പിതാവ് പറഞ്ഞ ആജ്ഞ പാലിക്കണ്ടേ. ഒരു നിമിത്തമായിട്ട് മാത്രമേ ഞാൻ നിൽക്കൂ. ഭഗവാന് വേറെ ജോലിയുണ്ട്. കാരണം നാരദ മഹാമുനി ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ വന്നത് അഭിഷേകം നടത്താനല്ല. അവിടെ അറിഞ്ഞിരിക്കുന്നു ബ്രഹ്മാവ് ഇവിടെ അഭിഷേകം നടത്താനാണെന്ന്. അവിടെ വന്നത് രാവണനെ വധിച്ച് ജനങ്ങളെ മോചിപ്പിച്ച് ഭക്തന്മാരെ ഒക്കെ അവർക്ക് വേണ്ടുന്ന മോക്ഷത്തിന് വേണ്ടി അവർക്കുള്ള സൽഗുണങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് ഇപ്പം അഭിഷേകമല്ല ആവശ്യം. ഒരിക്കലും ചിത്തം വിഷമിക്കണ്ട. അത് ഓർത്തിട്ട് ഞാനത് നടത്തിയിരിക്കും. ഇവിടെ അഭിഷേകമൊന്നും. അതുകൊണ്ട് ഈ കുട്ടിയോട് പറഞ്ഞു, വത്സ മമത്വം ബഹിപ്രാണനായകയാൽ ഉത്സവത്തിന് പ്രാണനാകയാൽ, അതായത് നീ എൻ്റെ പുറത്തെ പ്രാണനാണ് ലക്ഷ്മണൻ.
അത്രമാത്രം ഒന്നാണ് അവര്. അതുകൊണ്ട് വത്സ മമത്വം ബഹുപ്രാണനാകയാൽ ഉത്സവത്തിന് കോപ്പിട്ടുകൊള്ളുക ആശ്വതി. നീ തത്ര നിമിത്തം മാത്രം, ഞാനതിലൊരു നിമിത്തമേ നിൽക്കുന്നുള്ളൂ. കർത്താവ് നീ തന്നെയാണ്, രാജ്യഭോക്താവ് നീ അത്രേ. ലക്ഷ്മണ, നീ തന്നെയാണ് ഇതിൻ്റെ കർത്താവ്, നീ തന്നെയാണ് രാജ്യത്തിൻ്റെ ഈ ഭോക്താവ്. രാജ്യത്തിൻ്റെ പല ഗുണങ്ങളും എല്ലാം രാജഭോഗങ്ങൾ അനുഭവിക്കുന്നതൊക്കെ ലക്ഷ്മണനാണ്. അതുകൊണ്ട് അങ്ങനെയാണ് ശ്രീരാമൻ പറഞ്ഞത്. ശ്രീരാമനെ വരുത്തി പോകുമ്പോൾ ഇതൊക്കെ നടക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഭോക്താവും നീ തന്നെ, കർത്താവ് നീ തന്നെയാണ്. വത്സ വത്സ അത്രമാത്രം സ്നേഹത്തോടെ ലക്ഷ്മണനെ വിളിക്കുക, കുഞ്ഞേ വത്സ. മമത്വം ബഹുപ്രാണനാകയാൽ, നീ എൻ്റെ പുറത്തെ പ്രാണൻ ആയതുകൊണ്ട് നീ ഉത്സവത്തിന്, ഈ ആഘോഷത്തിന്, ഈ നാളത്തെ കാര്യത്തിന് വേണ്ടി നീ കോപ്പിട്ടുകൊള്ളുക ആശ്വതി. ഇതിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്യൂ. സമനാകുന്നതും ഭവാൻ നിശ്ചയം, നീ എനിക്ക് സമനാണ്. അവിടെ രണ്ടല്ല, ഒന്നാണ്. ശ്രീരാമനും ലക്ഷ്മണനും ഒന്നാണെന്നാണ് പറയുന്നത്. അത്ര സ്നേഹത്തോടെയാണ്. സമനാണ് നീ, എനിക്ക് നീ സമനാണ് ഭവാൻ, അതായത് ലക്ഷ്മണൻ. നിശ്ചയം മത്സരിപ്പാനില്ല, അതിന് നമ്മോട് ആരും തന്നെ ഇവിടെ മത്സരിക്കാനും ഇല്ല. നമുക്ക് രണ്ടുപേർക്കും ഇവിടെ ഏകമാണ്, നമ്മൾ ഒന്നാണ്. ഇത്തരം ഓരോന്ന് അരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്ര ഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോട് ചിത്തമോദാൽ അറിയിച്ചു സമസ്തവും. ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഇരുന്ന സമയത്ത് ദശരഥ മഹാരാജനോടൊക്കെ ചെന്നു, വസിഷ്ഠൻ അങ്ങ് ചെന്നു. അപ്പോൾ പൃഥ്വീന്ദ്ര ഗേഹം രാജകുടുംബത്തിൽ ചെന്ന് വസിഷ്ഠൻ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ട് വൃത്താന്തങ്ങളൊക്കെ മഹാരാജൻ അറിയിച്ചു. ചിത്തമോദാൽ അറിയിച്ചു, സന്തോഷത്തോടെ സകലവും സമസ്തവും അറിയിച്ച്. രാജീവ സംഭവ നന്ദനൻ തന്നോട് രാജാ ദശരഥൻ ആനന്ദപൂർവകം രാജീവനേത്ര അഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നത് കേൾക്കയാൽ. അങ്ങനെ ഇതെല്ലാം കേട്ടു. രാജീവനേത്ര അഭിഷേകം, ശ്രീരാമന്റെ അഭിഷേകങ്ങളെല്ലാം വൃത്താന്തങ്ങളെല്ലാം പൂജാവിധാനങ്ങളും ഒക്കെ പറഞ്ഞു കേട്ടു. അപ്പോഴെന്തു വന്നു? കൗസല്യയോടും സുമിത്രയോടും ചെന്ന് കൗതുകമോട് അറിയിച്ചാൻ ഒരു പുമാൻ, ഒരു പുരുഷൻ കൗസല്യോട്, ശ്രീരാമഭഗവാന്റെ അമ്മയോടും ലക്ഷ്മണന്റെ അമ്മയോടും ചെന്ന്, കൈകേയുടെ രീതി പറയുന്നില്ല, ചെന്നൊരു പുമാൻ അവരെ അറിയിച്ച്, കണ്ടത് അവരെയായിരിക്കും, അവരോട് അറിയിച്ച് ഈ കാര്യങ്ങൾ. അവരും അറിഞ്ഞിട്ടില്ലായിരുന്നു ശ്രീരാമഭഗവാൻ ഇങ്ങനെ അഭിഷേകം ചെയ്യുവാണെന്ന്. ഒരു പുമാൻ, ഒരു പുരുഷൻ ചെന്ന് പറഞ്ഞു. സമ്മോദം ഉൾക്കൊണ്ടത് കേട്ട നേരത്ത് നിർമ്മലമായൊരു മാല്യവും നൽകിനാൾ. അത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് ഒരു മാല്യം ആ പറഞ്ഞ പുരുഷന് കൊടുത്തു കൗസല്യാമ്മ സന്തോഷത്തോടെ. കൗസല്യയും തനയാ അഭ്യുദയാർത്ഥമായി, തനയാംശ മകന്. ഇപ്പൊ കൗസല്യാമ്മ എന്ത് ചെയ്തു? മകന്, തനയന് അഭ്യുദയാർത്ഥമായി, നന്മയ്ക്ക് വേണ്ടി കൗതുകമോട് പൂജിച്ചതു ലക്ഷ്മിയെ, ദേവി മഹാമായ ഭഗവതിയെ മകന്റെ നന്മയ്ക്ക് വേണ്ടി പൂജിച്ചു. നാഥേ മഹാദേവി നീയേ തുണയെന്ന് ചേതസി ഭക്തിയാ വണങ്ങി വാണിയിടിനാൾ. അങ്ങനെ നാഥേ, അമ്മേ നീയേ തുണ, മറ്റാരും തുണയില്ല. അമ്മേ ചേതസി മനസ്സുകൊണ്ട് ഭക്തിയാ വണങ്ങി അമ്മയോട് പറഞ്ഞു വാണിയിടിനാൾ. എന്താ കാരണം? മകന് അഭിഷേകമല്ലേ പറഞ്ഞേക്കുന്നതൊക്കെ. വേറെ മക്കളുണ്ട്, പലർക്കും പല കാര്യങ്ങൾ കാണും. അപ്പം ഒന്നുകൊണ്ട് ഒരു വിഷമം ഉണ്ടാവരുത് മകന്. ഇതെല്ലാം ഓർത്തൊരമ്മ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കണം. മക്കൾ എങ്ങനെയായാലും മക്കൾക്ക് വേണ്ടി അമ്മ അല്ലാതെ മറ്റാരാ പ്രാർത്ഥിക്കാനുള്ളത്? അതുകൊണ്ട് സർവ്വ മക്കൾക്ക് വേണ്ടി അമ്മമാർ പ്രാർത്ഥിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.